എന്നാൽ പാപമരച്ചിരുന്ന് കൃപാതിരേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുവിലൂടെ ജീവനിലേക്ക് നയിക്കുവാൻ ആധിപത്യം പുലർത്തും. ഇവൻ തന്നെ ചിന്തിച്ചു തുടങ്ങി. ഞാൻ ജനങ്ങളുടെ സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവന്റെ ജനിപ്പിന്റെ കെട്ടഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. യേശു പ്രതികരിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. വീണ്ടും ജനനമാകുന്ന സ്നാനത്തിന് ഈ മകനാഥനാകുവാൻ വേണ്ടി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായ എന്നതിന്റെ ഏകജാതൻ മുഖാന്തരം പാപമോചനത്തിന് ഈ മകനെ യോഗ്യനാക്കണമേ. അവനോട് കൂടെ നിൽക്കുന്ന പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും യോഗ്യമാകുന്നു. ഹോശോ അശുദ്ധാത്മാവെ പരിപാലിക്കുന്ന ന്യായവിധിയെ നീ ഭയപ്പെടുക. ദൈവസുദ്ധിയെ നീ സമീപിക്കരുത്. എന്തെന്നാൽ ഇത് പിശാചുക്കളുടെ വാസസ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവത്തിന്റെ നാമത്തിൽ നിന്നെ ശബ്ദത്തിൽ കീഴടീനപ്പെടുത്തുന്നു. അശുദ്ധാത്മാവെ നീ ചെറുത്ത് നിൽക്കരുത്, വിശേഷം വേഗത്തിൽ ഒഴിഞ്ഞു പോകുക. ഇവൻ ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും നിന്റെ സകല ദൂതന്മാരെയും നിന്റെ എല്ലാ വഞ്ചനയെയും നിന്നെക്കുറിച്ചുള്ള എല്ലാ ഭയത്തെയും ഉപേക്ഷിക്കുന്നു. ഇവൻ ഞാൻ മിശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധന്മാരായ പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, പിതാക്കന്മാർ എന്നിവരിൽ കൂടി ദൈവീകമായി നീ ഫലമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആനന്ദദായകൻ കൊണ്ട് ഇവാൻ നിത്യജീവനിലേക്ക് ഉത്തരവുത്തപ്പെടുന്നു. സ്വസ്നാനത്താലതു പരിപാവനമാക്കി തീരിൽ നിന്നും തീരത്തേറുമ്പോൾ പാനിച്ചൊരുപോൻ അവനെയും അമ്പരവും പകലോൻ പനിമതികൾ കൂപ്പി മുകിലുകൾ സ്തുതി പാടി അവനീ ശുദ്ധീകരണാർത്ഥം ഹൃദയത്തിൽ വാഴ്ത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. വരുവീൻ കേൾവീൻ
മറ്റെവിടെ കാണോ നവ്യാത്മീക പൈതങ്ങളെ ഒരുവൾ പ്രസവിക്കുന്നു, മറ്റവൾ പേരുന്നു മാമോദീസായാത്മീക ശിശുവിനു സൈകത്താൽ ജനനം നൽകും സഭയതിനെ കൈക്കൊണ്ടർപ്പിക്കും. ഹല്ലേലൂയ. നാഥൻ സവിധത്തിൽ ഭാഗ്യമോ ജീവന്റെയും പാപമോചനത്തിന്റെയും പ്രത്യാശയിലുവാൻ നിത്യജീവനായി മാമോദീസ പുറപ്പെടുന്നു. ഭാഗ്യമോ സ്വീകരിക്കുവാൻ ഇടയാക്കണമേ. മുഴുവൻ പരിമളവാസനയാകുന്ന ഈ മോറോനാൽ ഈ മകൻ ഇവാൻ ആധ്യാത്മിക സുഗന്ധത്താൽ നിറയട്ടെ. പ്രതികൂല സൈന്യങ്ങൾക്ക് ഈ മകൻ വിധേയനാകരുതേ. ഇനിമേൽ ഈ ദാസൻ ദുഷ്പ്രഭുക്കളായ പിശാചുക്കളെയും അന്ധകാര ശക്തികളെയും ഭയപ്പെടാതെ ഇരിക്കട്ടെ. അങ്ങേ പ്രകാശത്തിൽ കൂടി സഞ്ചരിക്കുന്നതിനും പ്രകാശത്തിന്റെ പുത്രനായി തീരുന്നതിനും നിന്നിൽ ജീവിച്ച് നിന്റെ പക്കൽ വന്നു ചേരുന്നതിനും ഇടയാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയുമായ വിശുദ്ധ മോഹം കൊണ്ട് നിത്യജീവനിലേക്ക് ഇവാൻ മുദ്രകുത്തപ്പെടുന്നു. ഭാഗ്യമോ തെളിവായി കോശം തൈലഭൂമിതു തന്നെ ദൈവികമായി ഇവരെ വാഴ്ത്തുന്നു. കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, നമുക്കെല്ലാവർക്കും ഇന്ന് ഈ കുടുംബത്തോടൊപ്പം സന്തോഷിക്കുന്നതിന് ദൈവം ഒരവസരം ഒരുക്കി. ഒരു വിശുദ്ധമായ ഉദാശയുടെ വലിയ അനുഗ്രഹത്തിലും അനുഭവത്തിലും നമുക്ക് ദൈവത്തോട് ഈ മക്കളോടൊപ്പം നന്ദി പറയുന്നതിന് കാരണമായി. സഭയും ശുചിക്കും ദൈവം കൊടുത്ത വലിയ അനുഗ്രഹത്തിൻ്റെ അടയാളമായി നമ്മുടെ പുണ്യപിതാവിൻ്റെ
നാമത്തെയും ജീവിതത്തെയും അനുസ്മരിപ്പിക്കുന്ന ഇവാൻ എന്ന പേര് നൽകി ഈ മകനെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി പരിശുദ്ധ റൂഹായുടെ നടത്തിപ്പിന് വിധേയമാക്കി കർത്താവിൻ്റെ തിരുരക്തം സ്വീകരിച്ച് അവനോടൊപ്പം പങ്കുചേരുന്നവനായി ദൈവം നിങ്ങളുടെ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൊച്ചിനെ മാമോദിസ മുക്കി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ കർത്താവ് വലിയ കാരുണ്യത്തോടുകൂടി നിങ്ങളോടൊപ്പം വസിക്കുന്നു എന്നത് ഓർക്കുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അടയാളമായ വിശുദ്ധ പൂർവ്വം, അതിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട നിങ്ങളുടെ മകൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ നൽകുന്നു. നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുന്നത് വഴി നിത്യജീവൻ്റെ ഭാഗമായി നിങ്ങളുടെ ഈ മകൻ നിങ്ങൾക്ക് വലിയ അനുഗ്രഹം തരുന്നു. ഇത് നിങ്ങളെ സംബന്ധിച്ച് വിശ്വാസത്തിൽ മനസ്സിലാക്കുമ്പോൾ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ സ്ഥിരീകരണമാണ്. തുടർന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പ്രാർത്ഥിച്ച് ഇവർക്ക് കിട്ടിയ മകനാണ്. ഒരുപാട് ആഗ്രഹിച്ച് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയ ഒരു മകനാണ്. സഭയിൽ ചിലപ്പോൾ പ്രയാസത്തോടുകൂടി വന്ന് എന്നോട് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. നീ പോയി നിന്റെ വിഷമം ആ കബറിൽ പറഞ്ഞിട്ട് പോവുക. ഒരു ഉത്തരം നിന്നെ തേടി വരും. നിരന്തരമായി കബറിൽ ഈ മക്കൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ ഖബറിലെ പുണ്യാത്മാവ് ഇവരെ തേടി ഇവരുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. സ്വർഗം അതിൽ പ്രസാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിക്കുന്ന അടയാളമായി ഈ പേര് ഇവാൻ എന്നത് ഈ ദൈവികമായ ഇടപെടലിനെ നമ്മുടെ മുമ്പാകെ അടയാളപ്പെടുത്തുന്നു. നമ്മുടെ പിതാവിൻ്റെ അടുക്കൽ വന്ന് ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് പക്ഷേ ഇതൊരു പുതിയ കാര്യമായി കേൾക്കുന്നതാണ്. പിതാവിൻ്റെ കബറിൽ വന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ കണ്ണു നനയ്ക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഈ കബറിൽ വന്ന് പിതാവിനോട് നിങ്ങളുടെ വിഷമം പറയുക. കബറിലെ പിതാവ് നിങ്ങളോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങളോട് ചേർന്ന് സ്വർഗീയ പിതാവിനോട് നിങ്ങളുടെ പ്രയാസം പറഞ്ഞ് നിങ്ങൾക്ക് അനുഗ്രഹം വാങ്ങിത്തരും. നമ്മുടെ സഭയിൽ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്തതുപോലെ ഇവാൻ, ഐവാൻ, ഇവാനിയ എന്ന പേരുള്ള ധാരാളം മക്കളും ആ പേര് കേൾക്കപ്പെടുന്നത് ചോദിക്കണം എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അവർ പറയും. അത്ഭുതകരമായി ദൈവം ഇടപെട്ട കാര്യങ്ങൾ. 15-16 വർഷങ്ങൾ കാത്തിരുന്നതിന് ശേഷം നീ ഒരു മാർഗവുമില്ല പിതാവേ എന്ന് പറഞ്ഞ് വളരെ കണ്ണീരൊഴുക്കി നിന്ന അനേകം കുടുംബങ്ങളെ എനിക്കറിയാം. അപ്പോൾ ഞാൻ അവസാനം അവരോട് പറഞ്ഞു വിടുന്ന ഒരു ഉപദേശമുണ്ട്. നല്ല ഉറപ്പിൽ മാമോദീസായ്ക്ക് എന്നെ വിളിക്കാൻ മറക്കരുത്. ആ മാമോദീസ ഞാൻ പോയി നടത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ വിചാരിക്കുന്ന ഒരു ഘാതത്തിൽ നിന്ന് വളരെ അകലെയാണ് ദൈവം. നമുക്ക് അപ്രാപ്യനാണ് ദൈവം എന്നൊക്കെ കരുതുമ്പോൾ ഓർക്കുക, ദൈവം ആ അകലം വെടിഞ്ഞ് ഭൂമിയിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്ന രൂപത്തിൽ മനുഷ്യനായി വന്ന ദൈവമാണ്. ആ ദൈവത്തെ ഏറ്റവും അടുത്തറിയുന്ന ഭക്താത്മാക്കൾ നമ്മളോട് പറയും, നീ ഇന്ന കാര്യം ചെയ്യുക, ഇന്ന വഴിയിൽ നടക്കുക, അപ്പോൾ നിനക്ക് ഈ ദൈവത്തെ കാണാൻ കഴിയും. പുണ്യപിതാവായ പിതാവിൻ്റെ മാധ്യസ്ഥം തുടർന്ന് നിങ്ങളുടെ കുടുംബത്തിന് ദൈവാനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സബനും ശരിയും അവർ ഇക്കാര്യത്തിൽ നല്ലതുപോലെ പ്രാർത്ഥിച്ചവരാണ്, തുടർന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഇവിടെ അച്ഛന്മാർ ഞാൻ ചോദിച്ചവരൊക്കെ പറഞ്ഞു, ഞാനും മാമോദിസായ്ക്ക് വരുന്നു. ഈ നിരന്നിരിക്കുന്ന ഈ ജനറൽ അച്ഛനോ അത്യാവശ്യമായി നമുക്ക് പോകുന്നത്
ഇക്കച്ചൻ. സഭയുമായിട്ടൊരു ബന്ധം ചേച്ചിമാർക്കെല്ലാം ഉണ്ട്, വർഷങ്ങളായി. അത് ആ സന്തോഷം അച്ഛന്മാർ പങ്കുവെച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. പെരുമാമോദിസായിക്ക് ഈ കുടുംബത്തോടൊപ്പമുള്ള സഭയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം, നമ്മുടെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന കോളേജിലെ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രിൻസിപ്പൽ, അവിടുത്തെ ബർസാറച്ചനും, അവിടുത്തെ അധ്യാപകരും, അവിടുത്തെ മുൻ ബർസാർമാരും, അവിടുത്തെ അധ്യാപക കുടുംബത്തിലെ ധാരാളം പേര്, പഠിക്കുന്ന വിദ്യാർത്ഥികളും, ശരിക്കും പഠിക്കുന്നവരും നന്നായി പഠിക്കേണ്ടുന്നവരും എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ സഭയോടൊക്കെ ഒരു സ്നേഹം എല്ലാവർക്കും, ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന 2004 2004 എൻ്റെ ഒപ്പം എന്നെ വളരെ സ്നേഹിക്കുകയും കരുതുകയും അന്ന് മുതൽ ഇന്നോളം കരുതുകയും ചെയ്തിട്ടുള്ള ഒരു മകനാണ്. ഇപ്പോഴും ആ സ്നേഹമുണ്ട്, കരുതലുണ്ട്. എനിക്കറിയാം എൻ്റെ വീട്ടിലെ എന്ത് സന്തോഷമോ എന്ത് പ്രയാസമോ വന്നാലും ഓടി വന്ന കാര്യം പറയാൻ ഉള്ള ആ ഒരു അടുപ്പം, അത് വലിയ തിരക്കുള്ള ആളാണ് അദ്ദേഹം. കോളേജിലെ കാര്യങ്ങളൊക്കെ ഒത്തിരി തിരക്ക് പിടിച്ച ആളാണ്. എങ്കിലും എന്നോട് വന്നത് പറയാനൊരു സമയമൊക്കെ കണ്ടെത്തും. സഭയുടെ ഈ കോളേജിലെ ജോലിയെക്കുറിച്ചാണെങ്കിലും അച്ഛന്മാർക്കും പ്രിൻസിപ്പലിനും ഒക്കെ വലിയ സന്തോഷം ഏൽപ്പിക്കുന്ന കാര്യം ഉത്തരവാദിത്വത്തോടുകൂടി ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്കും ആ കാര്യം പറയുകയുണ്ടായി. ഈ ഉന്നത വിദ്യാഭ്യാസ ഓഫീസുകളിലൊക്കെ പോയി പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഫയലുമായിട്ടൊക്കെ പോയപ്പോൾ എൻ്റെ അടുക്കലെന്ന് പറഞ്ഞു, സഭയിലാണ് ഫയലും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, ആ ഫയലിൽ എന്തായി തിരിച്ചു വരുമോ ആവോ എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, നമ്മുടെ ഓഫീസിൽ നിന്ന് ഏറ്റവും ഇഫക്റ്റീവായി ഓഫീസിൽ പോയി ഫയലുകൾ കൈകാര്യം ചെയ്ത് ഉത്തരം വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആളാണ് സഭയിൽ. എന്താണ് അതിൻ്റെ മരുന്നെന്നൊന്നും എനിക്കറിയില്ല. വളരെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വലിയ ആളുകളോടാണ് സഭയിൽ സംസാരിക്കുന്നതെന്ന് അറിഞ്ഞോണം. എൻ്റെ ഭർത്താവ് ചില്ലറക്കാരനല്ല. അപ്പോൾ വലിയ ഉത്തരവാദിത്വം പ്രകടമാക്കുന്ന, സഭയ്ക്കൊരു ദോഷം വരുന്നതിനോ സ്ഥാപനത്തിന് ദോഷം വരുന്നതോ ആയ കാര്യങ്ങളോ അല്ല. അതൊരു വിശ്വസ്തയോടുകൂടിയ കാര്യമാണ്. തിരുവല്ലായിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ഭക്ഷണത്തിനൊക്കെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്ററുണ്ട്. അപ്പോൾ ആ സിസ്റ്ററിനോട് സമിഞ്ഞെന്ന് പറഞ്ഞു, ഒരു ദിവസം ഞാൻ യാത്ര കഴിഞ്ഞ് വന്നു, പിതാവ് യാത്ര കഴിഞ്ഞ് വന്നിട്ടുണ്ട്, പിതാവിനൊക്കെ കുടിക്കാൻ വെള്ളം ഉടനെ കൊടുക്കണം. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാനിവിടെ മറ്റൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നീ കണ്ടില്ലേ? അപ്പോൾ പറഞ്ഞു, പിതാവിന് വെള്ളം കൊടുക്കണം. അപ്പോൾ ആ സിസ്റ്റർ വലിയ ചൂണ്ടിക്കാരത്തിയാണ്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ സബിൻ സിസ്റ്ററിനെ വിളിച്ച് ഉപദേശിച്ചു, സിസ്റ്ററിനെ എന്നെയും ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത് പിതാവിൻ്റെ കാര്യം നന്നായി നടക്കാൻ വേണ്ടിയാണ്, അതൊരു ഓർമ്മ വേണം. ആ സിസ്റ്ററിൻ്റെ സ്വഭാവത്തിലാണെങ്കിൽ സബിൻ്റെ മുഖത്ത് ചൂടുവെള്ളം ഒരു ബക്കറ്റ് വീഴേണ്ടതാണ്. ഉത്തരവാദിത്വത്തോടുകൂടി കാര്യം ചെയ്യുന്നത്. അരമനയിൽ അതിനുശേഷം തിരുവല്ലായിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടാണ് സെൻ്റ് ഓഫ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. വളരെ കരുതലോടുകൂടി ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്നതിനൊക്കെയുള്ള വലിയ ഉത്തരവാദിത്വം കാണിച്ചു. ഈ കുടുംബത്തിന് ദൈവം അനുഗ്രഹം ചെയ്യട്ടെ. അത് എനിക്ക് വലിയ സന്തോഷം. ദൈവം വഴികൾ തുറന്നു കൊടുത്തപ്പോൾ അതിൽ നടക്കാനുള്ള ഒരു ബലം കാണിക്കുന്നു എന്നുള്ളതാണ്. ചിലർക്ക് വഴി തുറന്നു കൊടുത്താലും നടക്കാൻ അറിയത്തില്ല, നടക്കാൻ കാലിന് ബലം. വഴി തുറന്നു കൊടുക്കുമ്പോൾ അഭിമാനത്തോടുകൂടി നടക്കാൻ കഴിയുന്ന ജീവിതമാണ് എപ്പോഴും നല്ല ഉത്തരവാദിത്വമുള്ള ജീവിതമായിട്ട് മാറുന്നത്. അതെല്ലാം ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തന്നിരിക്കുന്നു. തുടർന്ന് നമ്മുടെ ഈ കൊച്ചുമകൻ ഇവാൻ ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും നല്ല അടയാളമായി നിങ്ങളുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും എല്ലാം നിരന്തരമായിട്ട് വ്യാപിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തലതൊട്ടിരിക്കുന്ന ബെനഡിക്റ്റിനോട് പറയാനുള്ളത്, ഈ കുഞ്ഞിൻ്റെ വിശ്വാസ കാര്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് ബെനഡിക്റ്റ് എന്നുള്ള പേര് മാറ്റുക
പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് പലരും കൊടുക്കുന്നു. സത്യവിശ്വാസത്തിൻ്റെ ഉപദേശവും കരുതലും പ്രാർത്ഥനാ പുസ്തകങ്ങളും വേദപുസ്തകവും വിശുദ്ധന്മാരെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തുന്ന കൊച്ചു കൊച്ചു കഥകളും എല്ലാം മറ്റാരും കൊടുക്കത്തില്ല. അവരെല്ലാം പട്ടാളക്കാർക്ക് പോലും ഉപയോഗിക്കാൻ പ്രയാസമുള്ള തോക്ക്, മാരകായുധങ്ങളെല്ലാം വാങ്ങിച്ച കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നു. വിശുദ്ധന്മാരാരാണെന്ന് അറിയാനുള്ള മാർഗം തലതൊട്ടപ്പൻ കണ്ടുപിടിച്ച് മനസ്സിലാക്കി കൊടുക്കണം. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം, കുഞ്ഞിനോട് ചേർത്ത് പ്രാർത്ഥിക്കണം. കുഞ്ഞ് വിശ്വാസത്തിൽ വളർന്നില്ലെങ്കിൽ അപ്പൻ്റെ ഈ രണ്ടുപേരുടെയും ചെവിക്ക് പിടിക്കണം. അതിന് അവകാശം തലതൊട്ടിരിക്കുന്ന അപ്പൻ. അല്ലെങ്കിൽ ക്രെഡിറ്റിൻ്റെ ചെവിക്ക് ഞാൻ ഒരു കിഴുത്തെഴുതി ഉത്തരവാദിത്തത്തോടുകൂടി കാര്യം. ഈ വിശ്വാസത്തിൻ്റെ കാര്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. മറ്റ് ഭൗതികമായ ഒന്നുമല്ല. അത് ദൈവം അനുവദിച്ചിരിക്കുന്നതും നിയോഗിച്ചിരിക്കുന്നതുമായ കാര്യം ചെയ്യും. ദൈവം ക്രെഡിറ്റിനെയും ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വത്തെയും അനുഗ്രഹിക്കട്ടെ. രണ്ട് കുടുംബങ്ങൾക്ക് വന്നിരിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കോളേജിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ എല്ലാവരെയും, പ്രിൻസിപ്പളുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന എല്ലാവരെയും, നമ്മളുടെ അരവനയിലെ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരെയും, അരവനയിലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അച്ഛന്മാരെല്ലാവരും ഇവിടെ എല്ലാം കൂരിയ മുഴുവൻ ഇവിടെ സന്നിഹിതരാണ്. ക്യാമ്പസിലെ അച്ഛന്മാരെല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. എല്ലാ കത്തീഡ്രലിലെ നമ്മുടെ ഈ പരിശുദ്ധ മദ്ബഹായിൽ വെച്ചാണ് നമ്മുടെ ഈ മാമോദിസ നടക്കുക. പുണ്യപ്പെട്ട നമ്മുടെ സഭയിലെ സങ്കേതമാണ് ഈ പുണ്യമായ സ്ഥലം. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും അനുഗ്രഹീതമായി ഈ ശുശ്രൂഷ, ഈ കൂദാശ നിർവഹിച്ചു. അച്ഛന്മാരെല്ലാവരുടെയും പേരിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. തുടർന്നും ദൈവം ധാരാളമായി വഴി നടത്തട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുകയും എല്ലാ നന്മകളും നിങ്ങൾക്ക് നേരുകയും ചെയ്യുന്നു. ദൈവം എപ്പോഴും കൂടെ ഇരിക്കുമാറാകട്ടെ. ഞാൻ നിക്കറൊക്കെ ഇടിച്ചു. നീ കുഴപ്പമില്ല. അങ്ങോട്ട് അങ്ങ് കറിയില്ല. അവസാനം